അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും ഉസ്താദിന്റെ ഒക്കെ രോഗം ശിഫയാക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, നമ്മുടെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ ഉസ്താദ് സുഖമില്ലാതെ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ആണെന്നാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ നമ്മുടെ ഒക്കെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. നമ്മുടെ ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുന്നത് അറിഞ്ഞോളൂ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളുടെ ഒക്കെ രോഗങ്ങൾ, ഉസ്താദിന്റെ ഞങ്ങളൊക്കെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ രോഗമെന്നറിഞ്ഞപ്പോൾ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന, ഉസ്താദിനെ അറിയുന്ന എല്ലാവർക്കും ഒരു ദുഃഖം തന്നെയാണ് അല്ലേ. ഒരു മഹാപണ്ഡിതനാണ്. അല്ലാഹുവിന്റെ ദീനെ വളരെ സൗമ്യതയോടെ വിനയത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ. അല്ലാഹുവേ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാത്ത, അതിൽ ആ പ്രസംഗം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പടച്ചവനെ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. കാരണം നമ്മുടെ സമൂഹത്തിലെ ഒരു പണ്ഡിതൻ രോഗശൈലിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തും. കാരണം അറിവിന്റെ പ്രകാശം പരത്തുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. സമൂഹത്തിനാകെ അവർ മാർഗദർശികളാണ്. അവർ ഇല്ലാത്ത ഭാഗത്ത് ഇരുട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ആലിമ്യങ്ങളില്ലാത്ത ഭാഗം മുഴുവൻ ഇരുളാണ്. വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായ ഉസ്താദന്മാരില്ലാത്ത ഭാഗങ്ങൾ മുഴുവനും ഇരുളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അറിവ് ഒരുപോലെ എടുത്തു കളയുകയില്ല. പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടിയാണ് അറിവില്ലാതാകുന്നത്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ രോഗിയാകുന്ന സമയത്ത് അത് വെറും ഒരു വ്യക്തിയുടെ രോഗം മാത്രമല്ല, അത് കേവലം ഒരു വ്യക്തിയുടെ പരീക്ഷണം മാത്രമല്ല, മറിച്ച് അത് മുഴുവൻ സമൂഹത്തിന്റെ പരീക്ഷണമാകുന്നത്. എന്നിരുന്നാലും വിശ്വാസികൾക്കുണ്ടാകുന്ന രോഗവും കഷ്ടപ്പാടുകളും എല്ലാം വെറുതെയാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവരെ പരീക്ഷിക്കും. ഒരു രോഗിക്കുണ്ടാകുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരുകളും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പദവി നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. അല്ലാഹുവേ, നീ രോഗങ്ങളിൽ നിന്ന്, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഉസ്താദിനെ എല്ലാം നീ കാക്കണേ അല്ലാഹുവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാർ അവർ സമൂഹത്തിന്റെ വലിയ സമ്പത്താണ്. അവർ ഇല്ലെങ്കിൽ ഒരു വലിയ ജനത തന്നെ പിടിച്ചു പോയേനെ. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, നേർമാർഗം നയിച്ചു കൊടുക്കാൻ ഒരാളില്ലാതാവുക എന്നതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അറിവ് എവിടെ നിന്നെല്ലാം നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം നമ്മൾ അറിവുകൾ ശേഖരിക്കണം. അതിലെ നമ്മൾ പഠിച്ചത് വിജ്ഞാനം മുസൽമാന്റെ കളഞ്ഞുപോയ സ്വത്താണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ദുആയിൽ ലോകത്തുള്ള 10,000-കണക്കിന് ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ആയുസ് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അതുപോലെ പടച്ചവനെ, ഇനി ഒരുപാട് നാട് അദ്ദേഹത്തിന് ഈ ദീനീ സേവന രംഗത്ത് തിളങ്ങി നിൽക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും നമുക്കുമൊക്കെ നീ നൽകണേ അല്ലാഹു. ഞങ്ങളെയൊക്കെ നീ ദീനിന്റെ ഖാദിമീങ്ങളാക്കി മാറ്റണേ പടച്ചവൻ. ഞങ്ങൾ ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമയോടുകൂടി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാം. ഉസ്താദിന്റെ നടുവിനൊരു ചെറിയ പ്രശ്നമായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹുവേ, ഏത് അസുഖമാണെങ്കിലും റബ്ബേ നീ പെട്ടെന്ന് ശിഫയാക്കി, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹു. പടച്ചവനെ, ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാഹു. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹു. നമ്മുടെ മജ്‌ലിസിലുള്ളവർ, നമ്മുടെ സദസ്സിലുള്ളവർ, നമ്മുടെ വാദങ്ങൾ കേൾക്കുന്നവർ, നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവർ പലരും രോഗികളാണ് അല്ലാഹുവേ. നീ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹു. നീ ശാഫിയാണ് പടച്ചവനെ, നീയാണ് കാഫി അല്ലാഹ്. രോഗം നൽകുന്നവൻ നീയാണ്, രോഗം ശിഫയാക്കുന്നവനും നീയാണ് പടച്ചവനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട സിറാജുദ്ദീൻ ഉസ്താദിന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ മുഴുവനും ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, ഈ പറഞ്ഞതും കേട്ടതെല്ലാം നിനക്ക് പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാഹുവേ. എല്ലാ മേഖലകളിലും സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك.